ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് 6 മണിക്ക് നമ്മുടെ സുരേഷ് ഗോപിയുടെ വിവാദ സിനിമയായിട്ടുള്ള ജാനകി വി വേർഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തുമെന്ന് സുരേഷ് ഗോപിയുടെ പേജിൽ കൂടെ തന്നെയാണ് അറിയിച്ചത്. എന്തായാലും സിനിമയുടെ ട്രെയിലർ ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്, എന്താണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സി മ്യൂസിക് സൗത്തിലാണ് സിനിമയുടെ ട്രെയിലർ എത്തുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ ഈ സിനിമയിൽ നായികയായിട്ടെത്തുന്നു. അനുപമ പരമേശ്വരൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ജാനകി വി. ഇതാണ് വിവാദത്തിൽ വന്നത്. ഇതിൻ്റെ 96 ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ പോർഷനാണ് ഇപ്പം സെൻസർ ബോർഡ് അംഗങ്ങളുടെ മുമ്പിൽ വെച്ച് അവരിപ്പോൾ അനുമതി കൊടുത്തിട്ടുണ്ട്. ഈ ആഴ്ച, അതായത് 17-ാം തീയതി സിനിമ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് റിലീസിനായിട്ട് എത്തുകയാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ട്രെയിലർ എത്തിയിട്ടുണ്ട്. നമുക്ക് ലൈവായിട്ട് ട്രെയിലർ അങ്ങ് കാണാം. എങ്ങനെയുണ്ട് ട്രെയിലർ എന്നുള്ള. സുരേഷ് ഗോപിയുടെ മാസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ട്രെയിലർ നിരാശപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നമുക്ക് ട്രെയിലറിലേക്ക് പോവാം. ഓക്കെ, ട്രെയിലർ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റും 20 സെക്കൻഡ്. അനുപമ പരമേശ്വരൻ. ഇങ്ങോട്ട് വരാം. എന്നിട്ട് അച്ഛനും മോൾക്ക് അടിച്ചു പൊളിക്കാലോ. ജാനകി ഓഫീസിൽ നല്ല സ്മാർട്ട് ആയിരുന്നല്ലേ? ഓഫീസിൽ നിന്നല്ല, എല്ലായിടത്തും. ഗോകുൽ സുരേഷ്. ഈ ചത്തവനെ ഇതിനും അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ തമ്പാനൂർ SI കനകരാജ്. നിങ്ങൾ ഈ പയ്യന്റെ ആരാ? സംഭവിച്ചത് തുറന്ന് സംഭവിക്കുന്നല്ലേ നിങ്ങൾക്ക് നല്ലത്? എനിക്കൊന്നും മറക്കാനുമില്ല, പേടിക്കാനുമില്ല. സോറി ടു ഇന്ററപ്റ്റ്. മോനെ സൂപ്പർ സ്റ്റാർ ഞാൻ ചെയ്യുന്നത് വക്കീൽ പണിയാണ്. വിസ്താരം കോടതിക്കുള്ളിലാണ്. സർ, കേരള പോലീസ് മുഴുവൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. കോടതി മാത്രമാണ് എന്റെ കക്ഷികളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക ആശ്രയം. നീതിപീഠത്തിന്റെ അവസാന വാക്കൊന്നുമല്ല ഡേവിഡ് ആബേൽഡോണാണ്. 9 ലക്ഷം കോടി GSDP ഉള്ള ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേന്ദ്രവും അടുത്ത സാറന്മാരുമല്ല, ഞങ്ങളാ. കോടതി, പോലീസ്, നിയമവ്യവസ്ഥ എല്ലാ സിസ്റ്റങ്ങളെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്ത് വന്നാലും ജാനകിക്ക് നീതി കിട്ടണം. അവരെ ഒളിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും I will stand against them. All of them. And they will be crucified in the court of justice. The government has to answer. കമ്മീഷണർ For your power policy. Sensational case between Janaki Vidyadan versus State Government of Kerala. A writ petition against the Chief Minister, against the state, against the entire system. അവളുടെ ശബ്ദമാണ് ഇനി ഇവിടെ മുഴങ്ങുന്നത്. ജാനകി വേഴ്സസ് JSK, ജാനകി വി വേർഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള. പ്രവീൺ നാരായണൻ. ഓക്കെ, 2 മിനിറ്റും 25 സെക്കൻഡുമുള്ള ട്രെയിലറാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ട്രെയിലർ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്താണെങ്കിലും ഇതൊരു കോർട്ട് റൂം ഡ്രാമ ചിത്രമാണ്. ജാനകി എന്ന് പറയുന്ന നമ്മുടെ അനുപമ പരമേശ്വരൻ്റെ ക്യാരക്ടർ ഇത് റേപ്പ് ചെയ്യപ്പെടുന്നു. പിന്നെ ഇത് കോർട്ടിൽ വരുന്ന വിസ്താരം, അതായത് കോർട്ട് റൂം ഡ്രാമ ചിത്രമാണ്. ഒരു ത്രില്ലർ ഗണത്തിലാണ് സിനിമ വരുന്നത്. എന്തായാലും ട്രെയിലർ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമയെക്കുറിച്ചൊരു കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇടയ്ക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് മറ്റേ നമ്മുടെ ഭരത്ചന്ദ്രൻ IPS ഷിറ്റ് ആ ഒരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കമ്മീഷണറിൻ്റെ ആ ഒരു മ്യൂസിക് ഇടയ്ക്ക് കയറി വരുന്നതായിട്ട് തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും തിയേറ്ററിൽ കാണാം അല്ലേ. 17-ാം തീയതി സിനിമ എത്തും. ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. കട്ട് ചെയ്തതിന് ശേഷം ഈ സിനിമ എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് തിയേറ്ററിൽ തന്നെ കാണാം. പക്ഷേ ഇതിനകത്ത് ക്ലൈമാക്സ് പോർഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ തന്നെ ഇതിനകത്ത് നിന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നോ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കും. എന്തായാലും സുരേഷ് ഗോപിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക്, കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വക്കീൽ കോട്ടിട്ടുണ്ട്. ഒരു തെമ്മാടി വക്കീലായിട്ടാണ് പുള്ളിയുടെ ഒരു വരവ്. മാസ് ഡയലോഗും അത്യാവശ്യം ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ. എന്തായാലും വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ട്രെയിലറിൽ പിടി തരുന്നില്ല. സസ്പെൻസ് കോർട്ട് റൂം ഡ്രാമ ചിത്രം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുക അല്ലേ. എന്തായാലും ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. സുരേഷ് ഗോപി തൂക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിച്ചേക്കുക. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത്
എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്തായാലും സിനിമ ഞാൻ ആദ്യ ഷോ തന്നെ കാണും. എൻ്റെ പേഴ്സണൽ റിവ്യൂ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും കാത്തിരിക്കാം. ബൈ.